അങ്ങനെ അവർ ചഞ്ചലമായ ഒരു അവസ്ഥയിലാണ്. സത്യം വന്നു കിട്ടി, നിഷേധിച്ചു എന്നാണ് ഇവിടെ പയ്യരം പറയുന്നത്. ഒരു പ്രപഞ്ച സൃഷ്ടാവ് തൻ്റെ ആ സൃഷ്ടികൾക്ക് ഈ സൃഷ്ടാവ് കൊടുത്തയച്ച സത്യം മനസ്സിലാവാഞ്ഞിട്ട് അവരത് നിഷേധിക്കുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ പയ്യരം പിറുപിറുക്കുന്നതാണ്. ഖുർആനിലുടനീളം ഈ പയ്യരം കാണാം. ഇവിടെയും പയ്യരം പറച്ചിലാണ്. അങ്ങനെ സത്യനിഷേധികൾ എന്ന് പറഞ്ഞ് ഇവർ ഈ സത്യത്തെ നിഷേധിക്കുന്നു എങ്കിൽ ഈ കൊടുത്തയച്ച സത്യത്തിന് കാര്യമായ കുഴപ്പമുണ്ട് എന്നാണ് അർത്ഥം. കാരണം ആളുകൾക്ക് കൃത്യമായി ബോധ്യപ്പെടാത്ത സത്യം അവരെടുത്ത് കൊടുത്തയച്ചാൽ അവർ നിഷേധിക്കുക സ്വാഭാവികമാണ്. അതിന് അവരെ കുറ്റം പറഞ്ഞ് ഇങ്ങനെ പയ്യരം പറയേണ്ട കാര്യമൊന്നും ഒരു സർവ്വശക്തനായ ദൈവത്തിനില്ല. അവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ അങ്ങ് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്താൽ മതി, അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്താൽ മതി. അത് പറഞ്ഞു കൊടുക്കാതെ ഇവർക്കാർക്കും ബോധ്യപ്പെടാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ഇവർക്ക് മനസ്സിലാവുന്നില്ല, ഇവർ നിഷേധിക്കുന്നു, ഇവർ വിശ്വസിക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇവരുടെ പിന്നാലെ പയ്യരം പറഞ്ഞു നടക്കുകയാണ് ഈ സർവ്വശക്തനായ പടച്ചോൻ. വളരെ നിസ്സഹായമായൊരവസ്ഥയാണ് ഇവിടെ സർവ്വശക്തന് ഉള്ളതായിട്ട് നമ്മൾ കാണുന്നത്.